കഴിഞ്ഞ 10 ദിവസമായുള്ള കാത്തിരിപ്പിന് ഇന്ന് അവസാനമാകുമെന്നായിരുന്നു ഏവരും കണക്കുകൂട്ടിയിരുന്നത്. ഇന്നെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാമെന്ന് ഏവരും കണക്കുകൂട്ടി പ്രതീക്ഷിച്ചു. പക്ഷേ നിരാശയാണ് ഫലം. ഇന്നും ആ പ്രഖ്യാപനമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയായിരിക്കും നടക്കുക. ചർച്ച പൂർത്തിയായി എന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നാണ് ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള ജയറാം രമേശിന്റെ പ്രതികരണം. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളോട് രാഹുൽ ഗാന്ധി വീണ്ടും അഭിപ്രായം തേടിയിട്ടുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. നിയുക്ത MLA-മാരോട് തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ പാർട്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ജയറാം രമേശിന്റെ പ്രതികരണം കണ്ട ശേഷം വിശദാംശങ്ങളിലേക്ക് കടക്കാം. As authorized by the members of the CLP in Kerala, the High Command of the Congress has completed all discussions, and the decision on who the next Chief Minister of Kerala will be announced tomorrow. വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം ചേരുകയാണ്. തൗഫീഖ്, കഴിഞ്ഞ ഓരോ ദിവസവും നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് കേരള മുഖ്യമന്ത്രി അറിയാൻ കഴിയും, പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു. ഇന്നത് ലാസ്റ്റ് ആയിരുന്നു. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ എത്ര മണിയോടുകൂടി പ്രഖ്യാപനം നടത്താനായിരിക്കും സാധ്യത? എന്താണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ദിവ്യ, ഈ നീണ്ട കാത്തിരിപ്പിന് നാളെ ഉച്ചയ്ക്ക് ശേഷം അറുതിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നാളെ 1 മണിക്കാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനം MLA-മാരെ അറിയിക്കും. അതിനുശേഷമായിരിക്കും അത് പുറത്ത് മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 1 മണിക്ക് നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകുക. ഒരുപക്ഷെ ഒരു 3 മണിയോടുകൂടി ആ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ചർച്ചകളായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നത്. രാഹുൽ ഗാന്ധി 5:45 ഖാർഗെയുടെ വസതിയിലെത്തുന്നു. ഖാർഗെയുടെ വസതിയിൽ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഒരൊറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ആ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. KC വേണുഗോപാലാകണോ, VD സതീശനാകണോ, അതോ രമേശ് ചെന്നിത്തലയാകണോ എന്ന കാര്യത്തിൽ ഈ 3 പേരിൽ ഒരാളെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അത് നാളെ ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് MLA-മാരുടെ യോഗത്തിന് ശേഷമായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുകയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം ജയറാം രമേശാണ് മാധ്യമങ്ങളെ കാണുകയും നാളെ ഈ പ്രഖ്യാപനം നാളെ ആയിരിക്കും ഉണ്ടാവുകയെന്ന് ജയറാം രമേശ് തന്നെയാണ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇന്ന് രാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാൽ അതുണ്ടായില്ല. വീണ്ടും ഒരു ദിവസത്തേക്ക് കൂടി കേരളം കാത്തിരിക്കേണ്ടി വരും ആ പ്രഖ്യാപനത്തിനായിട്ട്. അതിനിടയിൽ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് വിളിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചർച്ചയ്ക്കായിട്ട് ഖാർഗെയുടെ വസതിയിലേക്ക് KC വേണുഗോപാൽ എത്തണമെന്നുള്ള നിർദ്ദേശം KC വേണുഗോപാൽക്ക് ലഭിക്കുകയും KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഖാർഗെയുടെ വസതിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ആ യാത്ര ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തുകൊണ്ടാണ് KC അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ആ നിലവിൽ അറിയില്ല. ഈ അവസാന നിമിഷം വരെയും KC വേണുഗോപാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയാകണമെന്ന തീരുമാനത്തിൽ 3 പേരും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് വന്നത്. ആരെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണം എന്നതിലുള്ള ആശയക്കുഴപ്പം, ആരെങ്കിലും ഒരാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനകത്തുണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി, മറ്റ് പ്രശ്നങ്ങൾ, പൊതുവികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആശയക്കുഴപ്പവും ഹൈക്കമാൻഡ് പരിഹരിച്ചു കഴിഞ്ഞോ? കേരളത്തിൽ നിലവിൽ നടക്കുന്ന ആ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് വന്ന നേതാക്കളെല്ലാവരും കേരളത്തിലെ ജനവികാരം ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഓരോ നേതാക്കൾക്കും വേണ്ടി അണികൾ പരസ്യമായി തന്നെ രംഗത്തിറങ്ങുകയും ഫ്ലെക്സ് വെക്കുകയും അവർക്കായിട്ട് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മറ്റു 2 ഇടങ്ങളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഹൈക്കമാൻഡ് കണക്കിലെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലിനെയും അതോടൊപ്പം തന്നെ ചെന്നിത്തലയെയും VD സതീശനെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു ആദ്യഘട്ട ചർച്ച ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും തുടർന്ന് അവർ തന്നെ പ്രവർത്തകരോട് ഇത്തരത്തിൽ ഫ്ലെക്സുകൾ ഉൾപ്പെടെ മാറ്റണമെന്നും ഇത്തരത്തിൽ പരസ്യമായി രംഗത്തിറങ്ങരുതെന്നുമെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷവും ആളുകൾ പലയിടങ്ങളിൽ കൂട്ടത്തോടെ കൂടുകയും ഈ പഴയ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത് വലിയൊരു പ്രതിസന്ധി ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത് വൈകാനുണ്ടായ ഒരു കാരണങ്ങളിൽ ഒന്നതാണ്. ഒരാളുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക ഹൈക്കമാൻഡിന് ഇപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ MLA-മാരുടെ യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നാളെ നടക്കുന്ന യോഗത്തിൽ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, നാളെ എത്ര മണിക്കാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്? നിലവിൽ ഇപ്പോൾ എല്ലാ കോൺഗ്രസ് MLA-മാരോടും തിരുവനന്തപുരത്ത് എത്തിച്ചേരാനാണോ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ദിവ്യ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകളിൽ സസ്പെൻസ് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ അടിയന്തരമായി വീണ്ടും നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. എല്ലാ MLA-മാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് സർക്കുലർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണ്. അതായത് ഇതെന്തിനാണ് ഇപ്പോൾ അടിയന്തരമായി വീണ്ടും നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നിയമസഭാ കക്ഷി യോഗം ചേർന്ന് AICC നിർദ്ദേശിച്ചിട്ടുള്ള ആളെ നിയമസഭാ കക്ഷി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്നു. ഈ 2 സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് ദീപാദാസ് മുൻഷിയും നാളെ ഒരുപക്ഷെ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും KC വേണുഗോപാൽ നിലവിൽ നിയമസഭാ അംഗമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിന് എത്താനുള്ള സാധ്യതയുമില്ല. മറ്റ് രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം മുഴുവൻ ആളുകളും നാളെ ഉച്ചയോടുകൂടി ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, അതോടൊപ്പം നിലവിലിപ്പോൾ പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റിയ സ്ഥിതിക്ക് എങ്ങനെയാണ് ഓരോ ക്യാമ്പുകളും, സതീശൻ ക്യാമ്പും ചെന്നിത്തല ക്യാമ്പും അതുപോലെ തന്നെ KC ക്യാമ്പും ഒക്കെയുള്ള കണക്കുകൂട്ടൽ എങ്ങനെയാണ്? അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണോ നിലവിൽ ഈ ഒരു നിമിഷവും പ്രതീക്ഷിക്കുന്നതവർ? ഇന്നലെ വരെ KC വേണുഗോപാൽ എന്ന ഒരു പേരിലേക്ക് ചുറ്റിത്തിരിഞ്ഞിരുന്ന മുഖ്യമന്ത്രി ചർച്ചകൾ പക്ഷേ ഇന്നലെ പൊടുന്നനെ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ഇന്നലെ VM സുധീരനുമായും AK ആന്റണിയുമായും ഒക്കെയുള്ള സംസാരത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അതിൽ ചർച്ചകളിൽ മാറ്റമുണ്ടാവുന്നത്. പിന്നാലെ ഇന്ന് നമുക്ക് അറിയാം, വൈകുന്നേരത്തോടുകൂടി VD സതീശൻ മുഖ്യമന്ത്രി ആയേക്കും, VD സതീശൻ എന്ന പേരിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർന്നിരുന്നു. അത്തരമൊരു തീരുമാനത്തിലേക്കാണ്, അത്തരമൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. രാത്രിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനിടയിൽ വീണ്ടും ഇതിൽ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കടുത്ത ഈ മുഖ്യമന്ത്രിയായി VD തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിനെതിരെ KC വേണുഗോപാൽ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാണ് മനസ്സിലാക്കുക. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു വട്ടം കൂടി ചർച്ച ചെയ്തതിനു ശേഷം അന്തിമ തീരുമാനം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ കക്ഷി യോഗത്തിന് തൊട്ടു മുമ്പ് പ്രഖ്യാപനം ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. യെസ്, നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. MLA-മാരോട് തിരുവനന്തപുരത്ത് എത്തിച്ചേരാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ ദീപാദാസ് മുൻഷി പങ്കെടുത്തേക്കുമെന്ന വിവരങ്ങളുണ്ട്. ഒരു പക്ഷേ ആ നിയമസഭാ കക്ഷിയോഗത്തിന് മുന്നോടിയായോ അതിനുശേഷമായിട്ടായിരിക്കും പ്രഖ്യാപനം വരിക. എന്തായാലും ഒരു ധാരണയിൽ, ഒരു തീരുമാനത്തിൽ, അന്തിമ പേരിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഹൈക്കമാൻഡ്. ആ പ്രഖ്യാപനം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഏറ്റവും ഒടുവിലും ആ സസ്പെൻസ് നിലനിർത്തുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. 3 ക്യാമ്പുകളും ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പക്ഷേ VD സതീശന് തന്നെയാണ് മുൻതൂക്കം എന്ന റിപ്പോർട്ടുകൾ ഇന്ന് വരുന്നു. ഇന്നലെ വരെ അത് KCയുടെ പേരായിരുന്നു ആ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നത്. എങ്കിൽ ഇന്നത് മാറുകയാണ്. കേരളത്തിലെ ജനവികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ AK ആന്റണിയുടെ നിലപാടടക്കം ഇതിൽ നിർണായകമായിട്ടുണ്ട്. അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് കേരളത്തിലെ MLA-മാരിൽ നിന്ന് തന്നെ ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള നിലപാട് AK ആന്റണിയും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീരുമാനം എന്താകും എന്നത് ഉദ്വേഗജനകമായി തന്നെ നിലനിൽക്കുകയാണ്. നാളെയായിരിക്കും ആ പ്രഖ്യാപനം. കാത്തിരിക്കുകയാണ്